കാര്യം എന്താണെന്ന്, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എനിക്ക് സംശയം ഭയങ്കര ഏലിയ പോലെ ആളാണ്. കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെ ഇത്ര ലെവലിൽ അഭിനയിക്കാൻ സാധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഴക്കാലത്ത് മമ്മൂട്ടി ഈ ലെവലിൽ ഞാൻ കണ്ടിട്ടില്ല. ജന്മത്തിന് കാണാൻ കിട്ടുമോ എനിക്ക് അറിഞ്ഞൂടാ. മുത്തശ്ശി കഥ എന്നൊക്കെ പറഞ്ഞ് ചില പടങ്ങൾ ഇറക്കിയല്ലോ, ഇതാണ് മുത്തശ്ശി കഥ. ഡോണ്ട് മിസ് ദിസ് ഇൻക്രെഡിബിൾ മൂവിയാണ്, മിസ് ചെയ്യരുത്, കാണണം. അയ്യോ ഒന്നും പറയാനില്ല, സൂപ്പർ ഫിലിമാണ്. പ്രമേയമല്ല മമ്മൂട്ടി യോ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ല സൂപ്പർ ഫിലിമാണ്. എന്താണ് സ്ക്രിപ്റ്റ്? സൂപ്പർ സ്ക്രിപ്റ്റാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു വ്യത്യസ്ത അനുഭവമാണ്, നമുക്കിത് കാണാവുന്നതാണ്. വ്യത്യസ്ത അനുഭവം തന്നെയാണ് കേട്ടോ, സൂപ്പർ ഫിലിമാണ്. കിട്ടില്ല പടമായിരുന്നു. നല്ല പടം. അർജുൻ അശോകൻ്റെ പെർഫോമൻസ്, മമ്മൂട്ടിയുടെ പെർഫോമൻസ് എല്ലാം സെറ്റായിരുന്നു. കാണേണ്ട പടം തന്നെ. ഒന്നും പറയാനില്ല, അടിപൊളി പടം, ഒരു രക്ഷയില്ല. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ നിന്ന് വാച്ച് ചെയ്യണം കേട്ടോ. കാരണം മമ്മൂട്ടിയുടെയൊക്കെ എന്ത് പറയാൻ, എനിക്ക് സംശയം ഭയങ്കര ഏലിയ പോലെ ആളാണ്. കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെ ഇത്ര ലെവലിൽ അഭിനയിക്കാൻ സാധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ ഇൻസ്പിറേഷനാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ വാച്ച് ചെയ്യുക. അടിപൊളി പടമാണ്, ഫാമിലി എൻ്റർടൈൻ. എനിക്ക് തന്നെ പറയാനുള്ള കിടിലാണ്. മമ്മൂട്ടി ഒരു രക്ഷയില്ല, പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇഴക്കാലത്ത് മമ്മൂട്ടി ഈ ലെവലിൽ ഞാൻ കണ്ടിട്ടില്ല. ജന്മത്തിന് കാണാൻ കിട്ടുമോ എനിക്ക് അറിഞ്ഞൂടാ. കിടിലം പടം, ഒന്നും പറയില്ല. That was genuinely one of the best modern Malayalam cinema has to offer. ഞാൻ ശരിക്കും പറഞ്ഞാൽ I did not expect anything like this. I'm so happy because I was kind of losing hope in Malayalam cinema. പക്ഷേ just the performance, the sound design, the direction, the lighting was beautiful. It was beautiful. I almost wanted to cry. It was so good. എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയില്ലേ, ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയിലെ നടനെ പുള്ളിക്കാരൻ തന്നെ ചാലഞ്ച് ചെയ്യുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ ചെയ്യണത്. സോ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ബാക്കി രണ്ടുപേരും, സിദ്ധാർത്ഥ് പിന്നെ അർജുൻ, അവരും ശരിക്കും കട്ടയ്ക്ക് നിന്ന് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ് കേട്ടോ. ശരിക്കും വാട്ട് ഐ വോണ്ട് ടു സേ ഈസ് ഡോണ്ട് മിസ് ദിസ് ഇൻക്രെഡിബിൾ മൂവിയാണ്, മിസ് ചെയ്യരുത്, കാണണം. വാക്കുകളില്ല പറയാൻ. ഐ തിങ്ക് പുള്ളിക്കാരനെ അങ്ങ് ടോട്ടലി ഫ്രീ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ. എന്നുവെച്ചാൽ ഒരു ഏജ് എത്തിയപ്പോൾ നൗ ഹീ ഈസ് റെഡി ടു എക്സ്പെരിമെൻറ്റ്, എന്തും എക്സ്പെരിമെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള മൂവീസാണ്. സോ ഐ തിങ്ക് ഹീ ഈസ് ഗോയിങ് ത്രൂ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേസസ് ഓഫ് ഹിസ് ലൈഫ് ആസ് എൻ ആക്ടർ. അടിപൊളി മമ്മൂട്ടി, അടിപൊളി അഭിനയമാണ്. എല്ലാവരും കാണേണ്ട പടമാണ്, നല്ല പടം, കൊള്ളാം പടം. മുത്തശ്ശി കഥ എന്നൊക്കെ പറഞ്ഞ് ചില പടങ്ങൾ ഇറക്കിയല്ലോ, ഇതാണ് മുത്തശ്ശി കഥ. പിന്നെ മമ്മൂക്കയെ പോലൊരു നടൻ ഇങ്ങനൊരു റോളൊക്കെ ചെയ്യുന്നത് ഞാൻ കൂടുതൽ പറയുന്നില്ല, സമ്മതിച്ചേ പറ്റുള്ളൂ. വേറൊരു നടന്മാരും ചെയ്യില്ല, ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ളൊരു നടന്മാരും ചെയ്യില്ല. പിന്നെ ഇതിൽ അർജുൻ അശോകൻ തകർത്തിട്ടുണ്ട്, സിദ്ധാർത്ഥ് ഭരതൻ തകർത്തിട്ടുണ്ട്. ആകെ 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ മെയിനായിട്ട്. ബാക്കി മേക്കിംഗ്, അപാര മേക്കിംഗ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് വിചാരിച്ച് കണ്ടപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് എടുക്കേണ്ടതെന്ന് തോന്നി. കൊള്ളാം പടം. ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ആ സ്റ്റോറി നമുക്കൊന്നും മനസ്സിലായില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്. രക്ഷയില്ല കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്യാരക്ടേഴ്സ് തമ്മിലുണ്ട്. സിദ്ധാർത്ഥ് ഭരൻ്റെ ക്യാരക്ടറും അശോക് ഭരൻ പുള്ളിയുടെ ക്യാരക്ടേഴ്സും ഭയങ്കര ഡോമിനേറ്റിംഗ്, അല്ലെങ്കിൽ ഒരു സ്ലേവറി അൾട്ടിമേറ്റ് എന്ന് പറയുന്നല്ലോ പുള്ളി. അത് മമ്മൂട്ടിക്ക് ഇതിന് മുമ്പ് ഇതിൻ്റെ ഒരു റിസംബ്ലൻസ് ആയിട്ടൊരു ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടുണ്ട്. മറ്റേ ഈ പട്ടണത്തിൽ പോകുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനെ അറ്റ്മോസ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ മമ്മൂട്ടി കൊണ്ടുപോയിട്ടുണ്ട്. മുമ്പ് ഈ ക്യാരക്ടർ ഇതേപോലെ പോളിഷ്ഡ് ആയിട്ടുള്ള വേർഷനിൽ പുള്ളി ചെയ്തിട്ടില്ല. ഇത് പക്ഷേ നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന ആ ഒരു ഫീൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ടൊണാരിറ്റി റേഞ്ചിൽ എടുത്താലും നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫാൻറ്റസി ത്രില്ലർ എന്ന് പറഞ്ഞാൽ നല്ലൊരു മൂവിയാണ്. നമ്മൾ അറ്റ്മോസ്റ്റ് പീക്ക് ലെവലിലോട്ട് മമ്മൂട്ടിയുടെ എക്സ്പീരിയൻസ് പോയിട്ടുണ്ട്, പക്കയായിട്ട് മമ്മൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോഡേൺ സിറ്റുവേഷനിൽ ഒരു ക്യാരക്ടർ, അതായത് ഇതിപ്പോൾ 17ാം നൂറ്റാണ്ടിലെ സിനിമ പറയുന്നതാണ്. പക്ഷേ അത് ഇപ്പോഴും ഈ അറ്റ്മോസ്റ്റ് 21st സെഞ്ച്വറി അതൊരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റിസംബ്ലൻസ് കൊണ്ടുവരാൻ പറ്റിയത് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എന്നേ പറയുള്ളൂ ഈ സിനിമയ്ക്ക്. അത്രമാത്രമേ ഉള്ളൂ. കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയില്ല, അറിയാലോ മമ്മൂട്ടിയാണ്, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പടം എക്സ്പീരിയൻസ് വൈസ് മൂവി എന്ന് പറയുമ്പോഴത്തേക്കും അറ്റ് ദ പീക്കാണ് സത്യം പറഞ്ഞാൽ. പടം സത്യം പറഞ്ഞാൽ മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിക്കൽ വാച്ചാണ്, അത്രേ ഉള്ളൂ. കാലമേ പിറക്കുമോ ഇതുപോലെ അവതാരം. അടിപൊളി പടമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് പടം. പിന്നെ മമ്മൂക്ക നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല ആക്ടിങ് ആയിരുന്നു. പിന്നെ മറ്റേ അർജുൻ അശോകനും പിന്നെ മറ്റേ സിദ്ധാർത്ഥ് ഭരതൻ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നൈസ് മൂവിയാണ്, മസ്റ്റ് തിയേറ്റർ വാച്ചാണ് ഈ മൂവി എല്ലാം. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ മമ്മൂക്കയുടെ അഭിനയം തന്നെയാണ്. കാര്യം എന്താണെന്ന്, പക്ഷേ നമുക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ട്.